ഷാഫി ചാലിയം, ഇന്ന് ആദ്യം കോൺഗ്രസിന് മുൻപേ ലീഗിന്റെ മന്ത്രിമാരെയാണ് പ്രഖ്യാപിച്ചത്. 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ആ ടീമിൽ ഒരു ടേം വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. വരിക ആരാണ് എന്ന് പറഞ്ഞു, പക്ഷെ മാറുക ആരാണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ടീമിൽ ടേംസ് ഉള്ളത്? രണ്ടര വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് പാറക്കൽ അബ്ദുള്ള എന്നൊരു മന്ത്രി ഉണ്ടായിരിക്കും. ഇതാണ് തങ്ങളെ പ്രഖ്യാപനം. അതെ, 2.5 വർഷം കഴിഞ്ഞാൽ ആരാണ് മാറ്റേണ്ടത് എന്നുള്ളത് ആ 2.5 വർഷം ആകട്ടെ. ഓരോ മന്ത്രിമാരും പെർഫോമൻസ് ഒക്കെ നോക്കുമല്ലോ. തീർച്ചയായിട്ടും തങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും. കാരണം മികച്ച പെർഫോമൻസ് നോക്കിയിട്ടാണല്ലോ നിലനിർത്തുന്നതും അതേമാതിരി മാറ്റുന്നതുമൊക്കെ. അപ്പോൾ അത് നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന 5 മന്ത്രിമാരും വളരെ കാര്യക്ഷമമായി ആ വകുപ്പ് കൈകാര്യം ചെയ്യണം. എന്തെങ്കിലും പിഴവുകളോ കാര്യങ്ങളോ അതിൽ പറ്റിയാൽ ആ പറ്റിയവനായിരിക്കും ആദ്യം മാറ്റുക. അപ്പോൾ അത് ഒരു സൂക്ഷ്മതക്കുള്ളൊരു സാധനം കൂടിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതായത് പെർഫോമൻസ് നോക്കിയതിന് ശേഷം ഇപ്പോൾ ഇതിൽ പല പേരുകൾ കേട്ടിരുന്നു മുസ്ലിം ലീഗിൽ മന്ത്രിമാരാകുമെന്ന്. അവസാനമാണ് നിയുക്ത കളമശ്ശേരി MLA പേര്. അപ്പോൾ പെർഫോമൻസ് നോക്കിയിട്ടാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഷാഫി ചാലിയം പറയുന്നത്. ഞാൻ ശ്രീ ഷാഫി ചാലിയത്തിലേക്ക് മടങ്ങി വരാം. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞോളൂ. അതല്ല അതിൽ ചെറിയൊരു മാറ്റം, ഒറ്റ മിനിറ്റ്. അതായത് ഇതിലെ ഈ നമ്പർ 1, 2, 3 ഈ നമ്പറൊന്നുമല്ല പ്രശ്നം. ആരെയാണ് മാറ്റുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ട് 2.5 കൊല്ലം കഴിഞ്ഞാൽ പോകാൻ പോകുന്ന മന്ത്രി ഇതാണെന്ന് ആളുകൾക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനും വിളിച്ചു പറയാനും എന്തിനൊരു അവസരം കൊടുക്കണം? മനസ്സിലായ കാര്യ? മനസ്സിലായി. അവിടെ ഈ തങ്ങൾ തീരുമാനം തന്നെ ഒക്കെ വിസ്മയം തന്നെയാണ്. എന്തെങ്കിലും ഒന്നും അതിലുണ്ടാവും.